അപ്പോൾ ഗൈസ് നമ്മുടെ അഡോബി ആഫ്റ്റർ എഫക്ട്സ് അഡോബി പ്രീമിയർ പ്രോന്റെ ബേസിക് ടു അഡ്വാൻസ്ഡിന്റെ പുതിയ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മനസ്സിലാവുണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് വേഗം അപ്ലോഡ് ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ ലാഗ് ആയത് കാരണം ഈ പിന്നിലിരിക്കണ ഈ സാധനമാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഫുൾ പവർ കട്ട് കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സാധാരണ നോർമൽ ഇൻവെർട്ടറിൽ വർക്കാവില്ല, നല്ല പവർ ഉണ്ട് കമ്പ്യൂട്ടറിന്. അപ്പോൾ അതാണ് ഇടയ്ക്ക് ഡിലേ ആയത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡോബി ആഫ്റ്റർ എഫക്ട്സിന്റെ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും അതുപോലെ തന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടൂൾസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് എല്ലാ എപ്പിസോഡും നിങ്ങൾ 1 by 1 ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ പേര് ആസിഫ് അമർ എന്നാണ്. കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ട്യൂട്ടോറിയൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ എപ്പിസോഡ് 2ലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ അഡോബി ആഫ്റ്റർ എഫക്ട്സ് ആൻഡ് അഡോബി പ്രീമിയർ പ്രോന്റെ ബേസിക് ടു അഡ്വാൻസ്ഡ് ലെവലിന്റെ നമ്മുടെ പുതിയ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഇതിന്റെ ഇന്റർഫേസ് കാര്യങ്ങളും പിന്നെ ചെറിയൊരു അതിന്റെ ഒരു വർക്ക് സ്പേസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ പഠിക്കാൻ പോണത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പോസിഷൻ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ കോമ്പോസിഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് നമ്മുടെ എഡിറ്റ് ചെയ്യേണ്ട ഫയൽസ് കാര്യങ്ങൾ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ആഫ്റ്റർ എഫക്ട്സ് ഇവിടെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പൊ ഗൈസ് ഞാനിപ്പോ ഇവിടെ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ കോമ്പോസിഷനെ പറ്റിയിട്ട് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂ കോമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇനി ന്യൂ കോമ്പോസിഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിന്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് അങ്ങനെ ഒരു തുടക്കമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കറക്റ്റ് അതിന്റെ ഒരു ഓർഡർ പോകണ്ടേ. അപ്പൊ ഈ ഒരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണിക്കുക. അപ്പൊ ഇനി ന്യൂ കോമ്പോസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ കോമ്പോസിഷൻ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഓക്കെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് റേഷ്യോ കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ ഇവിടെ ഈ ഒരു ഫ്രെയിം റേറ്റ് കാണിക്കേണ്ടത് എത്ര FPS വേണ്ടത്, അതൊക്കെയാണ്. പിന്നെ റെസൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ റെസൊല്യൂഷൻ ഒക്കെ മെയിൻ ആണ്. ഞാനിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ 9:16 റേഷ്യോയിലല്ല, നമ്മുടെ യൂട്യൂബിന്റെ സൈസിലാണ് കേട്ടോ, 16:9 റേഷ്യോ. അപ്പൊ ഇത് കണ്ടോ, അപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാം 16:9 റേഷ്യോ. ഇവിടെ വെടുത്ത് 1920, ഹൈറ്റ് 1080, കണ്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ന്യൂ കോമ്പോസിഷൻ എടുക്കുക. ഇനി അതല്ല, ഇനി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. മാക്സിമം നമ്മൾ ഷോർട്ട് കട്ട് കീസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് പെട്ടെന്ന് എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ ന്യൂ കോമ്പോസിഷൻ എടുക്കാനുള്ള ഷോർട്ട് കട്ടാണ് Ctrl+N. ഈ ഒരു N എന്നുള്ളത് നിങ്ങൾ ന്യൂ എന്നുള്ളതിന്റെ N തമ്മിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. Ctrl+N ന്യൂ കോമ്പോസിഷൻ. അതുപോലെ തന്നെ ഈ ഒരു ന്യൂ കോമ്പോസിഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇനി ഞാനിവിടെ ന്യൂ കോമ്പോസിഷൻ എടുക്കാൻ പോവാണ്. Ctrl+N കൊടുത്തു. ഇവിടെ ഈ ഒരു കോമ്പോസിഷൻ നെയിം എന്നുള്ളത് നമുക്ക് എന്ത് വർക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു വർക്ക് അവിടെ എഴുതി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ DJ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം ബേസിക് എന്നുള്ളത്. അതിൽ ഈ ഒരു പ്രീസെറ്റിൽ നമുക്ക് ഒരുപാട് വേണ്ട റേഷ്യോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അൾട്രാ HD 4K 23.976 FPS എന്നൊക്കെ പറഞ്ഞു കണ്ടോ, ഒരുപാട്. പിന്നെ HD 24 FPS, പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയയുടെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, അങ്ങനെ കുറച്ചുണ്ട്. അപ്പൊ ഞാൻ സാധാരണ അതൊന്നും എടുക്കാൻ പോക്കില്ല. ഞാൻ ചെയ്യുന്നത് പറയാം, ഇതിൽ നമുക്ക് വേണ്ട അളവ് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഞാനിവിടെ വിഡ്ത്ത് 1920, ഹൈറ്റ് 1080. ഇത് നമ്മുടെ ഈ ഒരു യൂട്യൂബിന്റെ റേഷ്യോ ആണ്. ഓക്കെ, ഇവിടെ കണ്ടോ 16:9. അപ്പൊ നിങ്ങൾക്ക് റീൽസിന്റെ റേഷ്യോ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വിഡ്ത്ത് ഹൈറ്റിന്റെ ഈ കണക്ക് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. അപ്പൊ അത് ഇവിടെ 9:16 റേഷ്യോ ആവും. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ അടുത്തത് ഫ്രെയിം റേറ്റ് ആണ്. ഫ്രെയിം റേറ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 30 FPS നോക്കിയാൽ മതി, ഒന്നുകൂടി ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പൊതുവെ. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിവിടെ 60 FPS ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഡ്യൂറേഷൻ എന്നുള്ളത് നമുക്ക് എത്ര ഡ്യൂറേഷനാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു 30 സെക്കൻഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 30 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണ് വേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റായി. ഓക്കെ, ഇനി ഈ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റേഷ്യോയിൽ സാധനം വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ആഫ്റ്റർ എഫക്ട്സിൽ
ഈ ഒരു ചില ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം റിഫ്രഷ് ഡിസേബിൾഡ് റിലീസ് ക്യാപ്സ് ലോക്ക് ഓൺ റിഫ്രഷ് വ്യൂ എന്ന് കണ്ടോ. നമ്മൾ ക്യാപ്സ് ലോക്ക് നമ്മുടെ കീബോർഡിലെ ക്യാപ്സ് ലോക്ക് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ എഡിറ്റ് ചെയ്യാൻ നടക്കൂല. ഇതേപോലെ കാര്യം നമ്മുടെ ഈ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ കാണിക്കുക, ഒരു റെഡ് സാധനം വന്നാണ്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയാലുള്ളൂ ആ ഒരു സംഭവം പോവുക. അപ്പോൾ നമ്മളിപ്പോ ഒരു ന്യൂ കോമ്പോസിഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഇത് തന്നെ വേറെ ഒരു കോമ്പോസിഷൻ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇപ്പൊ ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു DJ എന്നുള്ളൊരു കോമ്പോസിഷൻ ഇവിടെ വന്നു കണ്ടോ. ഇനി നേരെ Ctrl N കൊടുത്തിട്ട് ഇവിടെ ഞാനിപ്പോ തൽക്കാലത്തിന് ആസിഫ് എന്ന് പേര് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെ അതിനായിട്ടോ സെയിം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോമ്പോസിഷൻ വന്നു കണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെ പുതിയൊരു കോമ്പോസിഷൻ ഉണ്ടാക്കി. അപ്പൊ ഈ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് മനസ്സിലാവില്ല, എന്തിനു ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട. അപ്പൊ നമ്മളിപ്പോ ഇത് ഞാൻ കളയാണേ. അപ്പൊ നമ്മൾ DJ എന്നുള്ള കോമ്പോസിഷനിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോന്ന് ഇങ്ങനെ വരുന്നുണ്ടോ കോമ്പോസിഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ ആഡ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഫയൽ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഗാലറി ഓപ്പൺ ആവും. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ആ ഒരു ഗാലറി ഓപ്പൺ ആയി. ഗാലറി മീൻസ് നമ്മുടെ ഒരു ഫയൽസിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഭാഗം ഓപ്പൺ ആയി. ഇനി ക്യാൻസൽ ഇതുമായി ഡബിൾ ക്ലിക്ക് നിൽക്കുക, ഷോർട്ട് കീ Ctrl I നിൽക്കിയാലും സെയിം ഓപ്പൺ ആവും. കണ്ടില്ലേ? അപ്പൊ ഇതിൽ ഏതുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ സാധാരണ യൂസ് ചെയ്യാറ് Ctrl I ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കാണിക്കും. ഇവിടെ കാണാം ഇമ്പോർട്ട് ഫയൽസ് നിർത്തിക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് 2 വീഡിയോ ഞാൻ ആഡ് ചെയ്ത് ശേഷം ഇവിടെ കണ്ടോ ഇമ്പോർട്ട് കൊടുത്തു. അപ്പോൾ 2 ക്ലിപ്പ് ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു മാർഗം കൂടി ഉണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ. സാധാരണ നമ്മളെങ്ങനെ ദിസ് PC പോവുക, നമ്മുടെ എഡിറ്റിൽ പോയി ഇതിലിപ്പോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിതിപ്പോ ഒരു വർക്ക് ചെയ്തതായിരുന്നു. ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഇവിടെ കയറി. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ നമുക്ക് വേണ്ട ഫയൽസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്ന് കണ്ടു. ജസ്റ്റ് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വേണ്ടത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുക്കാനും പറ്റും. ഇനി അതല്ല Ctrl I കൊടുത്താലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വലിച്ചിടാനും പറ്റും ഇതിക്ക് കണ്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് 3 ടൈപ്പിൽ നമുക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ടൈം ലൈനിലേക്ക് കൊടുത്തിട്ടണല്ലോ. ഇപ്പൊ ഞാൻ അതാ ഈ ഒരു ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൽ സോങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ച് നമ്മുടെ ഇതിലേക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫയൽ ഇപ്പൊ കണ്ടോ ഇതിലേക്ക് ഇമ്പോർട്ടായി. ഇങ്ങനെ ഈ ഒരു ലെങ്ത് മുതൽ ഈ ഒരു ലെങ്ത് വരെയാണ് ഇപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ കാണുന്നത് കണ്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലിപ്പിനെ ഇതിലേക്ക് നമ്മുടെ ടൈം ലൈനിലേക്ക് വലിച്ചിടുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടേക്ക് ഇടുക. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ വലിച്ചിടുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇടുമ്പോൾ ഇവിടൊക്കെ കൊടുത്തിടുമ്പോൾ നമ്മൾ ആ വെക്കുന്നതിനനുസരിച്ചിട്ട് ആ കര ഇവിടെ കടന്ന് കിടക്കുക. അപ്പൊ പിന്നെ നിങ്ങൾ ഇത് ഇങ്ങനെ ഇവിടേക്ക് കൊടുന്ന് വെക്കുമ്പോൾ പിന്നെ ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് കയറി കളിക്കും. അപ്പോൾ പിന്നെ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടൂല. പിന്നെ ഇത് നമുക്ക് ഇങ്ങോട്ട് വെക്കാൻ ഒരു ഷോർട്ട് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇത് മൊത്തം ഇതേപോലെ ഇങ്ങനെ ഫുൾ സെലക്ട് ചെയ്ത് നമ്മുടെ കീബോർഡ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എപ്പോഴും ഇതിലേക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു വക്ക് ഭാഗത്ത് എപ്പോഴും വന്ന് ഇങ്ങനെ ഒട്ടി കിടക്കണ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ട് അത് എപ്പോഴും ഇതേപോലെ വരിക, അതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക കണ്ടോ. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് അവിടേക്ക് വരിക. അപ്പൊ പിന്നെ നമ്മൾ ഇതിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കറക്റ്റ് വെക്കുമ്പോൾ നമുക്ക് പിന്നെ അതിന് സ്റ്റാർട്ടിങ് കിട്ടാൻ നല്ല പണിയേക്കാരം കണ്ടോ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിന്, അത് ഞാൻ പറഞ്ഞുതരാം, ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നത്. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. ഇനി അടുത്തത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഈ സാധനം Ctrl N അടിച്ച് ഈ ഒരു റെസൊല്യൂഷന്റെ കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് കാണാം ഫുള്ള്, ഹാഫ്, തേർഡ്, ക്വാർട്ടർ എന്നുള്ളത്, പിന്നെ കസ്റ്റമാണ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു പച്ച സാധനം ഇത് കൂടെ ഇങ്ങനെ കടന്ന് ഓടുന്നുണ്ടോ. ഈ ഒരു നീലഭാഗത്തൊക്കെ നമ്മൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ചെറിയ സ്റ്റെക്ക് ഫീൽ ചെയ്യും. ഈ ഒരു പച്ച പറഞ്ഞത് റെൻഡർ ആയിക്കാണ്. അപ്പൊ നമ്മൾ സാധാരണ ഈ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ പ്ലേ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് സ്റ്റെക്ക് ഫീൽ ചെയ്യും. അത് പൊതുവെ നമ്മുടെ വിൻഡോസിലാണ് കൂടുതൽ അങ്ങനെ ഉണ്ടാവും. എത്ര high-end ആണെന്നുണ്ടെങ്കിലും ചെറിയ സ്റ്റെക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു ഗ്രീൻ ഉണ്ടെങ്കിലുള്ളൂ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റെക്ക് ഇല്ലാതെ റെൻഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പ്ലേ ചെയ്യാൻ പറ്റുക പ്രിവ്യൂ കാണാൻ. കണ്ടോ. അപ്പൊ ഇപ്പൊ ഇത് കണ്ടില്ലേ, ആ ഒരു സ്റ്റെക്ക് ഇല്ലാതെ ഇപ്പൊ പ്ലേ ആയി, കാരണം ഇവിടെ ഗ്രീൻ ആയി. ഇനി ഈ ഒരു ഫുള്ള് റെസൊല്യൂഷന് നമ്മൾ ഈ വീഡിയോ
പ്ലേ ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല സ്റ്റെക്ക് ഉണ്ടാവും. നല്ല എൻഡ് നമ്മുടെ മാക്കിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ വിൻഡോസിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത്രക്ക് നല്ലൊരു 4K ക്വാളിറ്റിയിലെ വീഡിയോ ഒക്കെ വെച്ചിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിലേ ആയിരിക്കും, നല്ല ഒരു സ്റ്റെക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ എന്റെ സിസ്റ്റം നല്ല അത്യാവശ്യം നല്ല എൻഡ് സിസ്റ്റം ആണ്. പക്ഷെ ഇതിലും എന്താ പറയാ, ആഫ്റ്റർ എഫക്ട്സ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രീന് പെട്ടെന്ന് ആവില്ല, ചെറിയൊരു ഡിലേ ഉണ്ടാവും. ആഫ്റ്റർ എഫക്ട്സിൻ്റെതാണ് അത്. പക്ഷെ നേരെ മറിച്ച് പ്രീമിയർ പ്രോ ആണെന്നുണ്ടെങ്കിൽ ആ സീനില്ല കേട്ടോ, സ്റ്റെക്കിന്റെ കാര്യം. അപ്പോൾ ഈ ഒരു ഗ്രീന് ഫുള്ളായിട്ട് വന്നാലുള്ളൂ നമ്മുടെ വീഡിയോക്ക് ആ ഒരു സ്റ്റെക്ക് ഇല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീന് നമ്മൾ ഇനി ഇതിൽ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ, ഇത് ഞാനൊന്ന് ഇതിൽ നിന്ന് വേറൊരു ക്ലിപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇവിടെയാണ് അതിനെ ആഡ് ചെയ്യുമ്പോൾ പിന്നെ രണ്ടാമത് അത് വീണ്ടും റിഫ്രഷിക്ക് തന്നെ പോകും. അപ്പൊ കണ്ടോ, അപ്പൊ ഇവിടെ മെല്ലെ ഇനി അടുത്തതാവുമ്പോ കണ്ടോ ഇവിടെ ഒന്നും ഫുള്ള് പച്ച ആയിട്ടില്ല. അപ്പൊ ഈ ഒരു ഫുൾ ഗ്രീൻ ആയാലുള്ളൂ നമുക്ക് നല്ല സ്റ്റെക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഈ ഒരു ക്ലിപ്പിന് നമുക്ക് പ്രിവ്യൂ ആയിട്ട് പ്ലേ ചെയ്യുമ്പോൾ കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഈ ഒരു ലോഡ് ആവുന്നതൊക്കെ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ റെസൊല്യൂഷൻ ഉള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് അല്ലെങ്കിൽ തേർഡിൽ ഇടുക, അല്ലെങ്കിൽ ക്വാർട്ടറിൽ ഇടുക. അപ്പൊ ക്വാർട്ടറിലേക്ക് ഇടുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് എല്ലാതും റെൻഡർ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്, ഈ ഒരു ഫുള്ള് ഹാഫ് തേർഡ് ക്വാർട്ടർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്വാർട്ടറിൽ ഇട്ടാലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫുൾ റെസൊല്യൂഷനിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെക്ക് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ ഇട്ടിട്ട് ചെയ്യണത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതിലും ആണെങ്കിലും ഇടാം, അല്ലെങ്കിൽ പിന്നെ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആവും. ഞാൻ സാധാരണ ക്വാർട്ടറിൽ ഇട്ടിട്ടാണ് ചെയ്യാറ്. ഓക്കെ, പിന്നെ നിങ്ങൾ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കൺട്രോള് ഇപ്പൊ ഈ ഒരു ന്യൂ കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു 1080p ഇട്ടിട്ട് കോമ്പോസിഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂടുതലും ഈ ഒരു സ്റ്റെക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു 4Kന്റെ ആ ഒരു കണക്കിൽ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ ഈ ഒരു 1080p ഈ ഒരു റേഷ്യോയിൽ ഇട്ടിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് 4Kക്ക് മാറ്റിയിട്ട് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഞാൻ സാധാരണ സ്റ്റെക്ക് ഇല്ലാതെ പെട്ടെന്ന് പരിപാടി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റേഷ്യോയിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗം. അത് ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞു തന്നാ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു റോ ഫൂട്ടേജസ് ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല സൗണ്ട് വരും, കോപ്പിറൈറ്റ് കിട്ടും. അപ്പൊ കണ്ടപ്പോ അവിടെ ആ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തപ്പോ കണ്ടപ്പോ അവിടെ നീല ഇത് കണ്ടോ, ഇത് പ്ലേ ചെയ്യുമ്പോ ഒരു സ്റ്റെക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കണ്ടോ കണ്ടപ്പോ അത് പച്ച ഇനി കണ്ടോ, ഇനി പ്ലേ ചെയ്യുമ്പോ കണ്ടോ, കണ്ടപ്പോ നമുക്ക് ആ ഒരു പച്ച വന്നപ്പോ ആ ഒരു പ്രശ്നം പോയി. അപ്പൊ നമ്മൾ ഇനി ഇത് ഫുള്ള് ക്വാർട്ടറിൽ ഇട്ടിട്ട് പച്ച ആയിട്ട് നമ്മൾ ഇനി വീണ്ടും ഫുള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് റെൻഡർ ആവും. അപ്പൊ നിങ്ങൾ എളുപ്പപ്പണി കാണിക്കാൻ പോകണ്ട. കണ്ടോ, അപ്പൊ ഇനി ഫുള്ളിൽ ഇട്ടിട്ട് പ്ലേ ചെയ്യുമ്പോഴും അത് സ്റ്റെക്കാ കാര്യം. കണ്ടോ, അപ്പോ നമ്മൾ എപ്പോഴും ക്വാർട്ടറിലിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആവും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ മനസ്സിലായിണ്ടാവും. അപ്പൊ ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെ വീഡിയോ കട്ട് ചെയ്യാനും വീഡിയോ ട്രിം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലിപ്പിനെ വീഡിയോ പൊസിഷൻ കാര്യങ്ങളൊക്കെ മാറ്റുന്നത്, റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ മാറ്റുന്നത്, അങ്ങനത്തെ കുറച്ച് മെയിൻ ആയിട്ടുള്ള എല്ലാ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പൊ ഈ ഒരു മേലെ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസുകൾ കാണാം. അപ്പൊ സാധാരണ ഒരു വീഡിയോ നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓഡിയോ ഒക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മെർജ് ചെയ്ത് സെറ്റപ്പ് ആക്കണമെന്നുണ്ടെങ്കിലുള്ള യൂസ് ചെയ്യേണ്ട കുറച്ച് മെയിൻ ആയിട്ടുള്ള ടൂൾസുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ ഓരോ ട്രെൻഡിങ് ട്രാൻസിഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ ഈ ഒരു വേറെയുള്ള ബാക്കി ടൂൾസ് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റപ്പിലാണ് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ വെറുതെ ഒരു ടൂൾ ഇന്നതാണ് പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും കത്തൂല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാനൊരു 2-3 വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഒരു 2-3-4-5 വീഡിയോസ് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കണ്ടപ്പോ ഒക്കെ ഇതിൽ വന്ന്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓരോന്ന് ഫോൾഡർ വൈസിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടൊരു ഫോൾഡറിന്റെ ചിഹ്നം അതാണ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പോ ഞാൻ പുതിയ ന്യൂ ക്ലിപ്സ് ഇപ്പൊ നമ്മൾ പുതിയ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ ഞാൻ ന്യൂ ക്ലിപ്സ് പറഞ്ഞിട്ട് ആ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മൾ പുതിയ ആഡ് ചെയ്തതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ട് നേരെ ഈ ഫോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കടന്നോളൂ. പിന്നെ നമുക്ക് വേണ്ടപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഈ ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നതിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോന്നിങ്ങനെ കറക്റ്റ് നമ്മൾ ഫോൾഡർ വൈസിൽ
നമുക്ക് വേണ്ടത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എളുപ്പകാരം. അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ കടന്ന് നമ്മൾ തപ്പേണ്ടി വരും. അപ്പൊ നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഫൂട്ടേജസ് ഒക്കെ ഇതേപോലെ SFX-ന് അതുപോലെ തന്നെ വല്ല ഓവർലേസോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് മെയിൻ ആയിട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഓരോ ഫോൾഡർ ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ ഒരു ക്ലിപ്പ് എനിക്ക് മെയിൻ ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ക്ലിപ്പാണ്. അപ്പൊ ഈ ഒരു ഇതിൽ നമ്മൾ ഈ പേര് കണ്ടപ്പോ C7892 എന്നുള്ള ഈ ഒരു നമ്പർ ഓർമ്മിച്ച് വെക്കാതെ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് അതൊന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെറിയൊരു ബോക്സ്, ഒരു ലേബിളാണത്. ജസ്റ്റ് ആ ലേബിൾ ഒന്ന് ഇതേപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു കളർ അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്ലിപ്പ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ലേബിളിന്റെ ഓപ്ഷനാണ്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നല്ല നല്ല ഷോർട്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓരോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുമ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു മാർക്ക് ഇട്ട് വെക്കാറുണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് എനിക്കിത് വേണം, ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിന് ഞാൻ റെഡ് ഇട്ട് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കട്ടോ, കണ്ടില്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ അതിന് ഓരോ മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ക്ലിപ്പ് ആഡ് ചെയ്യലും കട്ട് ചെയ്യലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാനിപ്പോ ഈ ന്യൂ ഫോൾഡർ നമ്മളിപ്പോ ആഡ് ചെയ്തതൊക്കെ ഈ ന്യൂ ക്ലിപ്പ് എന്നുള്ള ഫോൾഡറിലാണല്ലോ. ജസ്റ്റ് ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതൊന്നും ഇപ്പൊ ഞാനൊരു നല്ല ക്ലിപ്പ് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ ക്ലിപ്പ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗത്താണ് കാണിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എന്താണെന്ന് നല്ല വൃത്തിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഇതിലേക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ക്ലിപ്പ് ചെയ്താൽ നോക്കാൻ ജസ്റ്റ് ഇപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ ക്ലിപ്പ് ഈ ഒരു ഭാഗത്ത് നോക്കാതെ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ട് ഒന്നുകൂടി വലിയ സൈസിൽ നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണിക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി അടുത്തത് നമുക്ക് വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മെയിൻ ആയിട്ട് നമ്മൾ നോക്കാണ്ട്, സാധാരണ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പെണ്ണ ഒരു തുണി എന്തോ ഇങ്ങനെ നീക്കണ കണ്ടോ? അപ്പൊ ഇതില് ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉള്ള ഒരു ഭാഗമാണ് വേണ്ടത് വിചാരിക്കുക. കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ഉള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ഒരു സ്റ്റാർട്ടിങ്ങത്തെ ഈ ഒരു പോർഷൻ വേണ്ട. അപ്പൊ നമ്മൾ നേരെ മറിച്ച് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കൂടി കയറിയിട്ടാണ് ഇതിലേക്ക് ആഡ് ആവുക. പിന്നെ നമ്മൾ അത് രണ്ടാമത് കട്ട് ചെയ്തിട്ട് ട്രിം ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇതിന്ന് വേണ്ട ഒരു പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം എങ്ങനെയാണ് ഇതെന്ന് സെലക്ട് ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ആക്ഷൻ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇവിടെ കാണാൻ നിങ്ങൾക്കൊരു ഇൻ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ട്രിം ആയി. ഇനി ഇതിനെങ്ങനെ ഫ്രണ്ടിക്ക് കൊടുന്ന് നമുക്ക് വേണ്ട ഒരു പൊസിഷൻ എടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് നേരെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഔട്ടും കൊടുത്തു, ഔട്ട് പോയിന്റും കൊടുത്തു. കണ്ടോ? ഇന്ന് ഔട്ട് പോയിന്റ് ആണ്. ജസ്റ്റ് നമ്മൾ ക്യാപ്കട്ടിൽ ട്രിം ചെയ്യണ പോലെ, സ്പ്ലിറ്റ് ചെയ്യല്ല, ട്രിം ചെയ്യണ പോലെ ആ ഒരു സ്റ്റാർട്ടിങ് ഇനി കട്ട് ചെയ്ത് കളയല്ലോ. എന്നിട്ട് ഈ ഒരു ക്ലിപ്പിനെ നമ്മൾ നേരെ വലിച്ച് നമ്മുടെ ഇതിൽ കൊടുന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഭാഗത്ത് വരിക, സ്റ്റാർട്ടിങ്ങിലേക്ക് വരാൻ വേണ്ടി ഇതിൽ കൊടുന്നിടുക. കണ്ടോ? അപ്പൊ നമ്മുടെ ആ ഒരു ഫൂട്ടേജ് ഇപ്പൊ ഇവിടെ വന്നു. കണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് പറയുന്ന ഓരോ വീഡിയോന്റെ മേലക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു നമ്മൾ ഈ ഒരു കല്ലൊക്കെ എന്താ പറയാ നമ്മൾ സാധാരണ ഒരു കല്ലൊക്കെ ഇങ്ങനെ പഠിക്കൂലേ, അതേപോലെയാണ് ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് പറയുന്നത്. നമ്മൾ ഓരോ വീഡിയോന്റെ മേലക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിലിപ്പോ നമ്മൾ ഈ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സ് ഇത്രക്കും ലെങ്ത് ഉണ്ട്, ഡ്യൂറേഷന്. അതിൽ ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഒരു ചെറിയ ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കാണാൻ നിങ്ങൾക്ക് ചെറിയൊരു പോർഷൻ കാണുന്നു, ഒരു ഈ ഒരു കളറിന് ഒന്നും കൂടി കളർ കുറഞ്ഞ പോലെ ഈ ഒരു വീഡിയോന്റെ ലെങ്ത് ആണ് കാണിക്കുന്നത്. പക്ഷെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതും ഇവിടെ കാണിക്കും. കണ്ടോ? അപ്പൊ ഈ ഒരു വീഡിയോ ശരിക്കും ഇതിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. കണ്ടോ? അപ്പൊ ഇത് ഓരോ വീഡിയോന്റെ മേലക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്യുക. സാധാരണ നമ്മുടെ ക്യാപ്കട്ട് പോലെയല്ല. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിണ്ടാവും ഈ ഒരു ചെറിയ പെർട്ടിക്കുലർ ഭാഗമായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത്. കണ്ടില്ലേ? അപ്പൊ ഇനി അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യാൻ ജസ്റ്റ് ഇതേപോലെ ഒരു അടുത്ത ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്യാണ്. നേരെ എനിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തു, അത് ഇവിടെ വന്നു. ഇനി ഇതിൽ നല്ലൊരു പോർഷൻ നോക്കുകയാണ്. അപ്പൊ ഇതിൽ ഈ ഒരു എന്റെ ഭാഗത്ത് ഇങ്ങനെ അയാളുടെ ഫ്രണ്ടിക്ക് ആയിട്ട് ക്യാമറ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നല്ലൊരു ബാക്ക് എന്നുള്ളൊരു വ്യൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് നല്ലൊരു ഭാഗം ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഓക്കെ, ഇവിടെ ഇന്ന് കൊടുത്ത് ഇവിടെ ഔട്ടും കൊടുത്ത് ഇനി ഈ ഒരു ക്ലിപ്പിന് ഞാൻ നേരെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അതിന്റെ അടിയിക്കാ പോവുക. ഞാൻ പറഞ്ഞു നേരത്തെ ഇങ്ങനെ മേലക്കാണ് പടുത്ത് മേലേക്ക് ഇങ്ങനെ വെക്കണ പോലെയാണ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളത്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് കഴിഞ്ഞിട്ട് ഈ ക്ലിപ്പ് ആക്കണമല്ലോ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെക്കാം. പക്ഷെ അത് ഇടക്ക് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇടക്ക് അത് രണ്ടും ഒരേപോലെ ഒട്ടിച്ച് നിൽക്കാത്ത പോലെ ഒരു അവസ്ഥ വരും.
അപ്പോൾ അതിനൊക്കെ കുറച്ച് ഷോർട്ട് കീകളുണ്ട്. ഞാൻ ജസ്റ്റ് ഞാൻ ഒരു ഷോർട്ട് കീ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പും ഈ ഒരു സെക്കൻഡ് ക്ലിപ്പും തമ്മിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാന്തം പോലെ ഫീൽ ചെയ്യും. കണ്ടോ, ഒരു കാന്തം ഫീൽ വരും അവിടെ, ഒരു മാഗ്നറ്റിക് ഫീൽ. ഷിഫ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കേട്ടോ, കണ്ടില്ലേ? അതേപോലെ നമുക്ക് ഇതിന്റെ ഈ ഒരു സ്റ്റാർട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഇതാണല്ലോ അതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. അപ്പൊ ഇങ്ങനെ കൊണ്ട് വെക്കാതെ നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു കാന്തം പോലെ അവിടെ കണ്ടിട്ട് ഒട്ടി നിൽക്കും. അപ്പൊ ഈ ഒട്ടി നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, അതിന്റെ പേര് പ്ലേ ഹെഡ് എന്നാണ്. അത് എവിടെയാണ് വെക്കണേ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഷിഫ്റ്റ് നെക്കി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ഹെഡ് ഇങ്ങനെ ഒട്ടി നിൽക്കും. കണ്ടോ? അപ്പൊ ഇനി ഈ പ്ലേ ഹെഡ് ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കും. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഭാഗം ആയതുകൊണ്ടാണത്. അതേപോലെ നമുക്ക് ഇനി വേറൊരു ക്ലിപ്പ് അതിന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ ഒട്ടി നിൽക്കും. അപ്പൊ ഈ ഷിഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പൊ അത് ഒരു മാർഗമാണ്. അപ്പൊ ഇനി അടുത്തത് ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക, കീബോർഡിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇൻ ബ്രാക്കറ്റ് ഔട്ട് ബ്രാക്കറ്റ്, അതിനെന്താ അങ്ങനെ പറയാത്തോണ്ട്, ബ്രാക്കറ്റ് ക്ലോസിങ്ങോ ഓപ്പണിങ്ങോ അങ്ങനെ എന്തോ പേര്. ആ ഒരു കീ നെക്കിയാൽ അത് ഇതേപോലെ നമ്മൾ ഈ പ്ലേ ഹെഡ് എവിടെയാണോ വെക്കുന്നത് അങ്ങോട്ട് വന്നിട്ട് ഓട്ടോമാറ്റിക് വന്നിട്ട് ഒട്ടും. നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നതിന് പകരം ജസ്റ്റ് നമ്മുടെ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, പ്ലേ ഹെഡ് എവിടെയാണ് വെക്കുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബ്രാക്കറ്റിന്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വന്നോളൂ. ഞാൻ ഇവിടെ വെച്ചിട്ട് ആ ബ്രാക്കറ്റാണ് നിൽക്കുമ്പോൾ അത് അങ്ങോട്ട് വരും. കണ്ടോ വരുന്നുണ്ടോ? അതേപോലെ ഇനി നിങ്ങൾക്ക് അടുത്തത് ഒട്ടേണ്ടത് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ അതിന്റെ ബ്രാക്കറ്റിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് എടുത്തതാണല്ലോ നമ്മൾ കൊടുത്ത്, അതിന്റെ ഓപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എൻഡ് വന്നിട്ടാണ് ഒട്ടുക. കണ്ടോ? അപ്പൊ അതിന്റെ എൻഡ് ഒട്ടിയത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലേ ഹെഡ് എവിടെയാണ് കൊണ്ട് വെക്കുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ ആ ഒരു ക്ലിപ്പിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴും ആ പ്ലേ ഹെഡിന് അങ്ങോട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിന്റെ എൻഡ് വരാൻ വേണ്ടിയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ക്ലോസിംഗ് ഇട്ട് കൊടുത്താൽ മതി. ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ അത് ഇതേപോലെ നമ്മൾ ആ ഒരു പ്ലേ ഹെഡ് എവിടെ വെക്കണം അവിടെ വെച്ചിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ ഒട്ടി നിൽക്കും. ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെ ഒട്ടി നിൽക്കണുണ്ടോ? അപ്പൊ ഇനി ഞാൻ ഒരു 2-3 ക്ലിപ്പ് ഇതിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പ് ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത്, ഇനി രണ്ടാമത്തെ ക്ലിപ്പ് വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഷിഫ്റ്റ് നെക്കിയിട്ട് ഹോൾഡ് ചെയ്തിട്ട് ആ മാഗ്നറ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഈ ഒരു പ്ലേ ഹെഡ് നമ്മുടെ ഈ ഒരു ക്ലിപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെക്കുക. അപ്പൊ നിങ്ങൾ ഈ പ്ലേ ഹെഡ് ഈ ക്ലിപ്പിന്റെ അടുത്ത് വെക്കുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ ഈ ഷിഫ്റ്റ് നെക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ എൻഡിൽ പോയി നിൽക്കും കേട്ടോ. കണ്ടപ്പോൾ ഞാൻ ഷിഫ്റ്റ് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു ക്ലിപ്പ് നേരെ ഇതിന്റെ അടുത്തേക്ക് വരണല്ലോ. അപ്പൊ ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ അത് അങ്ങോട്ട് വന്നു. അപ്പൊ കണ്ടോ? ഇപ്പൊ കണ്ട ആ ഒരു ക്ലിപ്പ് അവിടെ വന്നു. ഇപ്പൊ അങ്ങനെ 2 ക്ലിപ്പ് ഇപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്തു. കണ്ടത്? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്ലിപ്പ് ട്രിം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് എൻഡിങ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വലിച്ചിട്ട്, അപ്പൊ ഇതേപോലെ വലിക്കുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് നോക്കി കഴിഞ്ഞാലും അപ്പോഴും ഈ ഒരു മാഗ്നറ്റ് ഫീൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ് സെക്കൻഡ് ക്ലിപ്പ് ഇപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്തു. കണ്ടില്ലേ? അപ്പൊ ഇനി അടുത്തത് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിന്റെ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് ചെയ്യുക, അതിന്റെ വോളിയം നമുക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഒന്നാമത്തെ നമ്മളെ ക്ലിപ്പ്, ഇത് നമ്മൾ ഒന്നാമത്തെ ക്ലിപ്പ്, ഇത് രണ്ടാമത്തെ ക്ലിപ്പ്. ഇവിടെ കണ്ടോ ഇങ്ങനെ നമ്പർ എഴുതിക്കണോ? പിന്നെ ഇതിലും നമുക്കിപ്പോ നമ്മൾ ഇവിടെ നേരത്തെ നമ്മൾ ലാബിൽ സെറ്റ് ചെയ്തല്ലോ, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊരു ഇതിൽ എല്ലാ ക്ലിപ്സ് ആഡ് ചെയ്യുമ്പോഴും ഇതേപോലെ ഇങ്ങനത്തെ ഒരു പെറ്റിയായിട്ട് കാണിക്കുക. നമ്മൾ ഓഡിയോ ആഡ് ചെയ്താലും ഇതേപോലെ ഒരു പെറ്റിയായിട്ട് കാണിക്കുക. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതാണ് ഇന്ന സാധനമാണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാബിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്ലിപ്പിക്ക് ഇപ്പൊ ഞാനിവിടെ ഈ ഒരു റെഡ് ഇട്ട് കൊടുത്തു. സെക്കൻഡ് ക്ലിപ്പ് വീഡിയോ ആണല്ലോ. അപ്പൊ നമ്മൾക്ക് ഇനി ഒരു ഓഡിയോ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഒരു ലാബിൽ ഇട്ട് കൊടുക്കാം. അതാണ് അതിന്റെ ബെനിഫിറ്റ്. പിന്നെ രണ്ടാമത് ഇവിടെ നിങ്ങൾക്ക് ഒരു ലോക്കിന്റെ ലോഗോ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂല. കണ്ടോ? അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് അതിന്റെ വോളിയം മ്യൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ആ ക്ലിപ്പിനെ അവിടെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണിന്റെ ചിഹ്നം ഇങ്ങനെ ഇപ്പൊ ഹൈഡാണ്, കണ്ണിന്റെ ചിഹ്നം ഒന്നുകൂടി വൃത്തി ഇങ്ങനെ കത്തി കാണുമ്പോൾ ഹൈഡാണ്. ഇപ്പൊ കണ്ടോ? ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഇത് ഹൈഡല്ല, ഇത് നിൽക്കുമ്പോൾ അത് പോകും. അപ്പൊ അതാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാം തന്നെ കാര്യം. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് ഗ്രാഫ് കാര്യങ്ങൾ ഒക്കെയാണ്. അതൊക്കെ നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റീനെയിം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കാറിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാറ് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് റീനെയിം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
ഇതൊക്കെ ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി അടുത്തത് നിങ്ങൾക്ക് ഇതിന്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ മാറ്റണമല്ലോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നീക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ കണ്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് നമ്മുടെ ഈ ഒരു ആരോ കീ ഉണ്ടല്ലോ ഇതിന്റെ ഷോർട്ട് കട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ സെലക്ഷൻ ടൂൾ നിലയിൽ വി ആണ്. അവിടെ ഇങ്ങനെ ഓരോ ലോഗോമ ഇങ്ങനെ കൊണ്ടുപോയി ടൂളുമ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അതിന്റെ ഷോർട്ട് കട്ട് കാണിക്കും. അപ്പൊ നമ്മൾ വി നെക്കി കഴിഞ്ഞാൽ ഈ ഒരു ആരോക്ക് വരും. അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് വേണ്ട രീതിക്ക് ഇങ്ങനെ മാറ്റാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കുമ്പോൾ അത് സ്ട്രെച്ച് ആവും. പക്ഷെ നമ്മൾ ഷിഫ്റ്റ് നെക്കിയിട്ട് ആക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്ട്രെച്ച് ആവാതെ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാൻ പറ്റും. ഇനി ഇതല്ലാതെ നമുക്ക് ഇനി ഷോർട്ട് കട്ട് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഷോർട്ട് കട്ട് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് മേലെ നിങ്ങൾക്ക് കാണാം പ്രൊജക്ട്, അപ്പുറത്ത് കാണാം എഫക്ട് കൺട്രോൾ പറഞ്ഞൊരു ഓപ്ഷൻ. നമ്മുടെ ക്ലിപ്പിലേക്ക് എന്ത് എഫക്ട് കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ഈ ഒരു എഫക്ട് കൺട്രോളിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഈ ഒരു ക്ലിപ്പ് കണ്ടോ, ഇതിങ്ങനെ ഈ ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രെയിമിലേക്ക് ഫില്ല് ചെയ്യണം വിചാരിക്കുക. ഫ്രെയിമിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അറിയുക, ആദ്യം ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ചെയ്യാൻ അറിയുക ഇതേപോലെ ഇതിനെങ്ങനെ ഒരു മൂലക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ നീട്ടി ഷിഫ്റ്റ് നെക്കിയിട്ട് ഇങ്ങനെ 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 കുറച്ച് മല്ലിക്കടണമേ, പക്ഷെ കറക്റ്റ് കിട്ടുണ്ടാവില്ല നേരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ. അപ്പൊ അത് നമുക്ക് ഒറ്റ അടിക്കാണ് ഇതൊക്കെ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ആൾട്ട് കൺട്രോൾ F1 അടിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഫില്ലാവും. നമ്മൾ ഈ ക്ലിപ്പിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഈ ഒരു ട്രാൻസ്ഫോമിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫിറ്റ് ടു കോംബ് എന്നുള്ളത് കണ്ടോ, കൺട്രോൾ ആൾട്ട് F അതാണ് നെക്കി കഴിഞ്ഞാലും അത് കറക്റ്റ് അതിലേക്കാണ് ഫിറ്റ് ആവും. ഓക്കെ, അപ്പൊ അതൊരു ഷോർട്ട് കട്ട് ആണ്, അത് മെയിൻ ആയിട്ട് വേണ്ടതാണ്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഇപ്പൊ ഈ ഒരു ക്ലിപ്പിനെ ഇങ്ങനെയൊക്കെയാണല്ലോ പൊസിഷൻ കാര്യങ്ങളൊക്കെ മാറ്റിയത്. അതുപോലെ തന്നെ അതിന്റെ സൈസ് കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ചെറുതാക്കും വലുതാക്കി ചെയ്തത്. ഇതിനൊക്കെ ശരിക്കും ഒരു ടൂൾ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് ഞാൻ ആൾട്ട് കൺട്രോൾ F അടിച്ചിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നമുക്ക് ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റണം. പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് പൊസിഷന്റെ അക്ഷരം P ആണല്ലോ ഫസ്റ്റ്. അപ്പൊ നമ്മുടെ കീബോർഡിൽ P അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ വന്നു കണ്ടോ. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് കാണാം. അതിൽ ഈ ഒരു ഭാഗം അടിക്കും മേലക്കുമാണ് കണ്ട പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകും, ചെരിയും വളവും ചെയ്യാതെ. അതേപോലെ നിങ്ങൾക്ക് ഇനി ലെഫ്റ്റിക്കും റൈറ്റിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പൊസിഷനിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കണ്ടോ. അപ്പൊ പൊസിഷന്റെ P പൊസിഷൻ മാറ്റാൻ ഷോർട്ട് കട്ട് ആലോചിച്ചോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിക്കോ. ഇനി അടുത്തത് പൊസിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് സ്കെയിൽ ചെയ്യണം. സ്കെയിൽ പറയുമ്പോൾ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ സ്കെയിലിന്റെ സ്റ്റാർട്ടിങ് അക്ഷരം S. അപ്പൊ നമ്മൾ S നെക്കി കഴിഞ്ഞാൽ അടുത്തത് വരും കണ്ടോ. അപ്പൊ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്കെയിൽ കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെറുതാക്കാലും വലുതാക്കലും ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. ഇനി അടുത്തത് തിരിക്കലാണ്, അത് റൊട്ടേഷൻ. 6 നെക്കി കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ആവും കണ്ടോ. ഇവിടെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോ നിൽക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ കാണിക്കും അതിന്റെ കണ്ടില്ല. ഇപ്പൊ റൊട്ടേഷൻ 6. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ ഒപ്പാസിറ്റി കുറക്കണം. ഒപ്പാസിറ്റി പറയുമ്പോൾ ഇതിന്റെ ആ ഒരു ഈ കാണിക്കണ ഒരു ഇന്റൻസിറ്റി കുറക്കല്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും ഒപ്പാസിറ്റിയുടെ O ആണ് എന്നുള്ളത്. O അല്ല, ഒപ്പാസിറ്റിയുടെ T ആണ്. ശരിക്കും അതിന് ട്രാൻസ്പെറന്റ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി എന്നാണ് പറയാ. T നെക്കിയാണ് അത് വരിക. അപ്പൊ ഇവിടെ കണ്ടോ T നെക്കുമ്പോൾ ഒപ്പാസിറ്റി കാണിക്കും. ഇതേപോലെ അതിന്റെ അഡ്ജസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒപ്പാസിറ്റി മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാതും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഏരോ മാർക്ക് ഉണ്ടല്ലോ. ഈ ഒരു ഏരോ മാർക്കിനെ നേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടോ ആങ്കർ പോയിന്റ്, പൊസിഷന്, സ്കെയില്, റൊട്ടേഷന്, ഒപ്പാസിറ്റി എന്നൊക്കെ ഒറ്റയടിക്കും എല്ലാതും കാണിക്കും. പിന്നെ ഈ ഒരു റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ പഴയ പോലെ എന്താണ് ആദ്യം ഉണ്ടായിരുന്നത് അതേപോലെയാണ് വരും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ഇതൊന്നും ഇങ്ങനെ എടുത്ത് ചെയ്യണതിന് പകരമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഒരു പൊസിഷന്റെ P, അതുപോലെ തന്നെ സ്കെയിലിന്റെ S, റൊട്ടേഷന്റെ R, അതുപോലെ തന്നെ ഒപ്പാസിറ്റിയുടെ T എന്നൊക്കെ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു ആങ്കർ പോയിന്റ് എന്നുള്ളത്, ഈ ആങ്കർ പോയിന്റ് എന്നുള്ളത് ഈ കാണുന്ന ശൂന്യാണ്. ഇത് നടുവിലൊരു ഇത് കണ്ടോ, ഈ ഒരു ഇതിന് സെന്റർ ആക്കിയിട്ടാണ് ഇതിൽ എന്തും നടക്കുക. കാരണം ഇപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു റൊട്ടേഷന്റെ സെന്റർ ആണ് ആ ഒരു നടുവിൽ കാണുന്ന ഒരു ആങ്കർ പോയിന്റ് കണ്ടോ. ഈ ഒരു ആങ്കർ പോയിന്റ് നമ്മൾ നേരെ വേറൊരു ഭാഗത്തേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ രൂപത്തിലാക്കാറ് ഇത് റൊട്ടേറ്റ് ചെയ്യുക. കാണിച്ചു തരാം. ഇവിടെ ഒരു ആങ്കർ പോയിന്റിന്റെ ഒരു ടൂൾ ഉണ്ട്, ഈ കണ്ടോ. ഇത് ആങ്കർ പോയിന്റ് ടൂളാണ്. അതിന്റെ ഷോർട്ട് കട്ട് അതാ Y. അതാണ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ആങ്കർ പോയിന്റിനെ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാണാം അത് ഇപ്പൊ നേരത്തെ തിരിഞ്ഞ പോലെ അല്ല തിരിയുക, ആ ഒരു ആങ്കർ പോയിന്റിനെ നടുവിലാക്കിയിട്ടാണ് ഇത് തിരിയുക. കണ്ടില്ലേ, അപ്പൊ അവിടെ വെച്ചിട്ടാണ് തിരിയുന്നത്. ഇനി ആങ്കർ പോയിന്റിനെ ഞാൻ എടുത്ത് ഈ മൂലക്കൊക്കെ വെച്ചു. അപ്പൊ ഇനി ഇത് സെന്റർ ആയിട്ടായിരിക്കും അത് തിരിയുക. ഓക്കെ, അപ്പൊ ഇനി ഇതാ ഈ ഒരു ആങ്കർ പോയിന്റിനെ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പൊ അത് നടുവിലാക്കിയിട്ടാണ് തിരിയുന്നത്. കണ്ടില്ലേ, അപ്പൊ അതാണ് അതിന്റെ ഉപയോഗം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ സാധാ പോലെ തന്നെ ആക്കി.
അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിന്റെ ഉപയോഗം അതാണ്, അതൊക്കെ മെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെ പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഫയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടൂൾസിനൊക്കെ പറ്റിയിട്ടായി നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിലാണ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരുടെയും കയ്യിൽ ആഫ്റ്റർ എഫക്ട്സിന്റെ എല്ലാതും കിട്ടുന്ന മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കിട്ടു. കാരണം കിട്ടാത്തവർക്ക് ഞാൻ അയച്ചു കൊടുക്കാൻ, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ഒറിജിനൽ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ 3ാമത്തെ എപ്പിസോഡ് വേഗം അപ്ലോഡ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഉള്ളൂ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ഓക്കെ, ബൈ.